ഉയർന്ന താപനിലയിൽ പോലും ഉരുകാത്ത മഞ്ഞുപാളികളാൽ മുകൾ ഭാഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കൈലാസമല ടിബറ്റൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ മേഖലയിലായി സ്ഥിതി ചെയ്യുന്നു. 21,778 അടി ഉയരം വരുന്നതും നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് വരുന്ന ഹിമാലയൻ പർവ്വതനിരകളുടെ ഭാഗമായതുമായ ഗാംഗ്ഡിസ് മൗണ്ടനിൽ ഉൾപ്പെടുന്ന കൈലാസമലയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ആഴത്തിലുള്ള താഴ്വരകൾ, ഉയർന്ന കൊടുമുടികൾ, തടാകങ്ങൾ, പാറക്കെട്ടുകൾ എന്നിവയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റിനേക്കാൾ 2000 മീറ്ററിലധികം താഴെയാണ് ഇതിൻ്റെ ഉയരം എന്നിരിക്കലും ഈ കൊടുമുടിയുടെ മുകളിലേക്ക് കയറാനായി മനുഷ്യർക്ക് സാധിക്കുന്നതുമില്ല. ഇത്തരത്തിലെല്ലാം നിരവധി അത്ഭുതങ്ങളാലും നിഗൂഢതകളാലും ചൂഴ്ന്നു നിൽക്കുന്ന ഈ പർവ്വതം ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭ്രമിപ്പിക്കുന്നതും നിഗൂഢവുമായ സൗന്ദര്യത്തെ വഹിക്കുന്ന കൈലാസത്തെ ആദിയോഗിയായ പരമശിവന്റെ വാസസ്ഥലമായി ഹിന്ദുമത വിശ്വാസികൾ കണക്കാക്കുമ്പോൾ ബുദ്ധമതത്തിനും ജൈനമതത്തിനും ബോൺ മതത്തിനുമെല്ലാം ഇവിടം പുണ്യസ്ഥലമാകുന്നു. ഇത്തരത്തിൽ 4 മതങ്ങളുടെ വിശുദ്ധ ഇടവും ആത്മീയ ഊർജത്തിൻ്റെ അപാര സ്രോതസ്സുമായ കണക്കാക്കപ്പെട്ടു വരുന്ന കൈലാസമലയുടെ പ്രത്യേകതകളെ പറ്റിയാണ് ഈ വീഡിയോ വിശദമാക്കുന്നത്. ശക്തമായ ഊർജത്തെ പുറന്തള്ളുന്ന ഇവിടം സെൻറ്റർ ഓഫ് ദി വേൾഡ്, കോസ്മിക് ആക്സിസ്, വേൾഡ് പില്ലർ തുടങ്ങിയ വിശേഷണങ്ങളെ വഹിക്കുന്നതിനൊപ്പം തന്നെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന പേരിലും അറിയപ്പെടുന്നു. അമാനുഷിക ശക്തികളുടെ നിർമ്മിതിയാണിതെന്നും വിശ്വസിക്കപ്പെട്ടു വരുന്നു. നോർത്ത് പോളിൽ നിന്നും ഇതിലേക്കുള്ള ദൂരം 6666 കിലോമീറ്ററുകളാണെന്ന് വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ദൂരമായ 13,332 കിലോമീറ്ററുകളാണ് സൗത്ത് പോളിൽ നിന്നും ഇവിടേക്കുള്ളത്. ഈ ദൂരക്കണക്ക് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നതായും പറയപ്പെടുന്നു. പിന്നെയും നിരവധി നിഗൂഢതകൾ ഈ മലയെ കേന്ദ്രീകരിച്ച് നിലനിന്നു വരുന്നു. പവിത്രവും നിഗൂഢതകളും ഉൾക്കൊള്ളുന്നതുമായ ഈ പർവ്വതത്തിൽ പുരാതനമായ ആശ്രമങ്ങളും ഗുഹകളും ഉണ്ടെന്നും സൂക്ഷ്മ ശരീരത്തെ വഹിക്കുന്ന ഋഷിമാർ ഇവിടുത്തെ ഗുഹകളിൽ വസിക്കുന്നതായും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് ഇതെല്ലാം മനസ്സിലാക്കാനാവുക എന്നും പറയപ്പെടുന്നു. പുരാതന കാലം മുതൽ മഹത്തായ അറിവുകളെ സുരക്ഷിതവും അതീവ രഹസ്യവുമായി സൂക്ഷിച്ചു വെക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരിടമായും ഈ മലയെ കരുതപ്പെട്ടു വരുന്നു. നിർവ്വാണ അവസ്ഥയെ പ്രാപിക്കാനായി നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ഗുഹകളിൽ സന്യാസിമാർ തപസ്സിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിശ്വാസം. കൈലാസത്തിലോ മാനസ് സരോവർ തടാക പരിസരത്തോ ഒരു രാത്രി തങ്ങിയിട്ടുള്ള ആളുകളിൽ ചിലർക്ക് ഇവിടുത്തെ ഇരുണ്ട ആകാശത്ത് 2 വിളക്കുകൾ പരസ്പരം പിന്തുടരുന്ന ഒരു കാഴ്ച അനുഭവപ്പെട്ടതായും പറയുന്നുണ്ട്. ഡോട്ടുകൾ പോലെ ദൃശ്യമാകുന്നതെങ്കിലും മനുഷ്യനേത്രങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഈ വെള്ളി വെളിച്ചം. ചില സമയങ്ങളിൽ ഈ തടാകത്തിന് മുകളിലുള്ള ആകാശവും നിഗൂഢമായ വിളക്കുകളാൽ പ്രകാശിക്കപ്പെടുന്നതായും ഈ വിളക്കുകൾ കൈലാസത്തിൽ വസിക്കുന്ന ആത്മജ്ഞാനികളുടേതാണെന്നും വിശ്വാസികൾ കരുതുന്നു. യൂറോപ്പിലെയും ചില വിദേശ രാജ്യങ്ങളിലെയും നിഗൂഢ ഗ്രൂപ്പുകൾ കൈലാസമലയുടെ പ്രത്യേകതകളിൽ ആകൃഷ്ടരായി അവർ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവൃത്തികളിലും ഗവേഷണങ്ങളിലും ഏർപ്പെട്ടതായും കരുതപ്പെട്ടു വരുന്നു. മൊത്തം മനുഷ്യ സംസ്കാരത്തിൻ്റെ ആരംഭം കൈലാസമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊരു വിശ്വാസവും ഒരു വിഭാഗം ഗവേഷകർ വെച്ചു പുലർത്തുന്നുണ്ട്. കൈലാസത്തിൻ്റെ നിഗൂഢതകൾക്ക് പിന്നാലെ നിരന്തരങ്ങളായ അന്വേഷണങ്ങൾ നടത്തിയതായി പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജർമ്മൻ ചാൻസലറായിരുന്ന ഹിറ്റ്ലർ. മന്ത്രങ്ങൾ ആവർത്തിച്ച് ഉച്ചരിക്കുന്നതിലെ ഫലപ്രാപ്തിയെപ്പറ്റിയെല്ലാം വിശ്വാസം വെച്ചു പുലർത്തിയിരുന്ന ഒരു വിഭാഗം കൂടിയായിരുന്നു ജർമ്മൻകാർ. ഈ മലയെ കേന്ദ്രീകരിച്ച് പൗരാണികമായ നിരവധി സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും നിലനിൽക്കുന്നതായി വിശ്വസിച്ച ഹിറ്റ്ലർ തൻ്റെ സീക്രട്ട് ഏജന്റുമാരെ അതെല്ലാം കണ്ടെത്താനായി നിരവധി തവണ ഇവിടേക്ക് അയച്ചിരുന്നതായും പറയപ്പെടുന്നു. ബുദ്ധിസ്റ്റ് ടെസ്റ്റുകളിൽ മേരു പർവ്വതം എന്നറിയപ്പെടുന്ന ഈ മലയെ അതിരുകളില്ലാത്ത സന്തോഷത്തെ പ്രതിനിധീകരിക്കുന്ന ചക്രസംവരത്തിൻ്റെ വസതിയാണെന്ന് ടിബറ്റൻ ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നു. ജൈനമതത്തിന് അതിൻ്റെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ മോക്ഷം നേടിയ സ്ഥലമായും ഇതിനെ വിശ്വസിച്ചു വരുന്നു. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് കയറുന്നത് ദൈവിക ശക്തികളെ അലോസരപ്പെടുത്തുമെന്ന ഒരു പ്രവൃത്തിയാണ്. കൈലാസമലയെ മനുഷ്യർക്ക് കീഴടക്കാൻ ആയിട്ടില്ല എന്ന് പറയുമ്പോഴും ടിബറ്റൻ ഐതിഹ്യമനുസരിച്ച് 11ാം നൂറ്റാണ്ടിൽ മിലരേബ എന്നു പേരുള്ള ഒരു സന്യാസി മാത്രമാണ് ഈ കൊടുമുടിക്ക് മുകളിലെത്തിയിട്ടുള്ള ഏക മനുഷ്യൻ. ഇവിടേക്ക് എത്തിയ ശേഷം ദൈവത്തെ ബുദ്ധിമുട്ടിക്കരുതെന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയതെന്നും പറയപ്പെടുന്നു. എന്തുകൊണ്ട് കൈലാസമല കീഴടക്കാൻ മനുഷ്യർ പരാജയപ്പെടുന്നു എന്നതിനെപ്പറ്റിയും നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. പരിശ്രമിച്ചവരിൽ പലരും പരാജയപ്പെട്ടതായും മലനിരകളിലേക്ക് ഒരു പരിധിക്കപ്പുറം കടക്കാൻ കഴിഞ്ഞവർക്കാകട്ടെ അധികം വൈകാതെ
ദൈവീക ശക്തികളുടെ കോപത്താൽ ജീവൻ നഷ്ടമായതായും ഒക്കെയാണ് കഥ. വിലക്കുകളെ മറികടന്ന് മല കയറാൻ തുനിയുന്നവർക്ക് ദിശാബോധം നഷ്ടപ്പെടുന്നതായും ഇക്കാര്യത്തിൽ ലക്ഷ്യം കാണാനാവുന്നില്ല എന്നും ചിലർ വിശ്വസിക്കുന്നു. 1991 ഈ മലയിലേക്ക് കയറിയ ചൈനീസ് ജാപ്പനീസ് ശാസ്ത്ര പര്യവേഷണ സംഘത്തിലെ 17 അംഗങ്ങളും ഹിമപാതത്താൽ കൊല്ലപ്പെട്ട സംഭവത്തെ ദൈവനിന്ദയ്ക്കുള്ള ശിക്ഷയായി പലരും കണക്കാക്കി. 1998 കൈലാസ മലയിലേക്ക് കുറച്ചധികം ദൂരം കടക്കാനായ സൈബീരിയൻ പര്യവേഷണ സംഘത്തെ അതിശീഘ്രത്തിലുള്ള വാർദ്ധക്യാവസ്ഥ അവരെ ബാധിക്കുകയും തിരിച്ചിറങ്ങിയ അവരെല്ലാം 1-2 വർഷത്തിനുള്ളിൽ വിവിധ രോഗങ്ങളാൽ മരിച്ചുവെന്ന കഥകളും ഇതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. റഷ്യൻ പർവ്വതാരോഹകനായ സെർജിസ്റ്റിക്കോവിനും സംഘത്തിനും നേരിടേണ്ടി വന്ന അനുഭവങ്ങളും ഈ മല നിഗൂഢതകളുടെ ഇരിപ്പിടമാണെന്ന വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നു. മലകയറ്റത്തിനിടെ കടുത്ത തലവേദനയും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടുകയും സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായ അവസ്ഥയിൽ സെർജിസ്റ്റിക്കോവും സംഘവും ആ ദൗത്യം ഉപേക്ഷിച്ചതായും തിരിച്ച് താഴെ എത്തിയതോടെ മാത്രമാണ് അവർ സാധാരണ നിലയിലെത്തിയതെന്നും പറയപ്പെടുന്നു. ടിബറ്റിലെ ബുദ്ധ സന്യാസിമാരും ഈ മലയിൽ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ചു വരുന്നു. കൈലാസ പർവ്വതത്തെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രജ്ഞനായ സർ നിക്കോളായ് റൊമാനിയോവിനോട് ഇക്കാര്യം അവർ പറയുകയുമുണ്ടായി. 2001 ഒരു സ്പാനിഷ് പർവ്വതാരോഹണ സംഘം ചൈനയുടെ പ്രത്യേക അനുമതിയോടെ കൈലാസത്തെ കീഴ്പ്പെടുത്താനായി ശ്രമിച്ചെങ്കിലും അവർക്ക് സാധിച്ചതുമില്ല. നിലവിൽ ഇവിടേക്കുള്ള പർവ്വതാരോഹണം ഇപ്പോൾ അനുവദനീയമല്ല. ഇതിന് സമീപത്തായി സമയം ചിലവഴിക്കുന്നവരിൽ അതിവിചിത്രങ്ങളായ ചില കാര്യങ്ങളും അനുഭവപ്പെട്ടതും അത്ഭുതമുളവാക്കി. അവരുടെ എല്ലാ നഖങ്ങളും മുടികളും വളരെ വേഗം വളരുന്നു എന്നതാണ് ആ അനുഭവം. ഈ മലയിലെ വായുപ്രവാഹം പ്രായത്തെ വർദ്ധിപ്പിക്കുന്നതായും സാധാരണയിൽ കവിഞ്ഞ വേഗത്തിൽ ഇവിടെ കാലം സഞ്ചരിക്കുന്നതായും വിശ്വസിക്കപ്പെടാനും ഇതെല്ലാം തന്നെ കാരണങ്ങളായി. ശരീരത്തെയും മനസ്സിനെയും ഉയർത്തുന്ന ഊർജത്തിൻ്റെ ഒരു ചുഴിയാണ് ഇവിടമെന്നും ഈ മലയിൽ 12 മണിക്കൂർ ചിലവഴിക്കുന്നവരിലാണ് ഈ മാറ്റങ്ങൾ അനുഭവപ്പെട്ടതെന്നും പറയുന്നു. കൈലാസ മലയ്ക്കുള്ളിലെ മറ്റൊരു ലോകം ഉന്നതമായ ഒരു ജനവിഭാഗത്തെ ഉൾക്കൊള്ളുന്നതാകുന്നു എന്നും അതിലൊന്നായ ശംഭാല രാജ്യം ദൈവീകതയുള്ള വിഭാഗത്തിൻ്റെ വാസസ്ഥലമായി കരുതപ്പെടുമ്പോൾ അഗർത്ത എന്ന മറ്റൊരു നിഗൂഢ ലോകവും ഇതിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നതായും വിശ്വസിക്കുന്നവരുമുണ്ട്. ഇവിടെ നിന്നും മനുഷ്യ സംസ്കാരത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടു എന്നും ഇതിനെല്ലാം തന്നെ ഈ മല മനുഷ്യർക്ക് അപ്രാപ്യമാകാൻ കാരണമായി എന്നും പറയപ്പെടുന്നു. ഈ മലയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി ഭീമാകാരമായ ഒരു സ്വാസ്തിക ചിഹ്നം നിലനിൽക്കുന്നതായും അതും ഇവിടേക്കുള്ള പർവ്വതാരോഹരെ തടയുന്നതിൻ്റെ മറ്റൊരു കാരണമായും പറയപ്പെടുന്നു. സിന്ധു, കർണാലി, സത്ലജ്, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അതീവ ദുർഘടമായതിനാൽ ഈ മലയുടെ മുകളിലെത്തുക എന്നത് അസാധ്യമാകാനുള്ള കാരണമായി ഗവേഷകർ കണക്കാക്കുന്നു. കൈലാസ പർവ്വതത്തിൻ്റെ പിരമിഡ് രൂപവും കഠിനമായ അന്തരീക്ഷവുമാണ് കയറാൻ പ്രയാസമുള്ള മറ്റൊരു കാരണം. ഇതിൻ്റെ 4 വശങ്ങളും പർവ്വതാരോഹരെ പിന്തള്ളാൻ പാകത്തിൽ നിലനിൽക്കുന്നതുമാണ്. ചുറ്റുമുള്ള കൊടുമുടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ആകാശത്തേക്ക് ഒരു മുള്ളു പോലെയാണ് ഇതിൻ്റെ നിൽപ്പ്. മലയുടെ ചരിവുകൾ ഏതാണ്ട് ലംബമാണ് എന്നതും ഇവിടെയുള്ള ശക്തമായ കാറ്റ് മനുഷ്യർക്ക് നിൽക്കാൻ പോലും അസാധ്യമാകുന്ന സാഹചര്യവും സൃഷ്ടിക്കുന്നു. പരമാവധി മല കയറ്റക്കാരെ ചേർത്ത് തോൽപ്പിക്കാൻ പാകത്തിലുള്ളതാണ് ഇതിൻ്റെ രൂപവും പ്രകൃതവുമെന്ന് സാരം. ഭൂമിശാസ്ത്രപരമായി കൈലാസത്തിൻ്റെ വടക്കൻ മുഖം കുത്തനെയുള്ള ചരിവുകളെയും പരുക്കൻ പാറക്കെട്ടുകളും ഉൾക്കൊള്ളുന്നു. കിഴക്കും പടിഞ്ഞാറും മുഖങ്ങളിലാകട്ടെ കൂടുതലും പാറക്കെട്ടുകളും മഞ്ഞുമൂടിയ കൊടുമുടികളും നിലനിൽക്കുന്നവയുമാണ്. അതിനാൽ തെക്കൻ മുഖം ഈ മലയിലേക്ക് കയറാൻ താരതമ്യേന എളുപ്പമുള്ള മാർഗമാകുന്നു. എങ്കിൽ പോലും ദുഷ്കരമായ കാലാവസ്ഥയും പിരമിഡാകൃതിയിലുള്ള രൂപഘടനയുമെല്ലാം ഇതിലേക്ക് കയറുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. 1980 മതപരമായ വികാരങ്ങളെ പരിഗണിക്കുന്നതായി പറഞ്ഞ് ഈ മല കയറുന്നതിന് ചൈന വിലക്കേർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇത്തരം സെൻറ്റിമെൻറ്റ്സിലൊന്നും ശ്രദ്ധ വയ്ക്കുന്ന പതിവില്ലാത്ത ആ രാജ്യത്തിൻ്റെ ഈ നീക്കം ഒരു തർക്ക വിഷയമായും നിലനിൽക്കുന്നു. ടിബറ്റിനെ പിടിച്ചെടുത്ത ചൈന കൈലാസ മലയെ കീഴടക്കാനായി പർവ്വതാരോഹരെ അയച്ചെങ്കിലും അവർക്ക് വിജയിക്കാനായില്ലെന്നും ചൈനയുടെ ഈ നടപടി ജനരോക്ഷത്തിന് കാരണമായെന്നും തുടർന്ന് അവർ പർവ്വതാരോഹണത്തിന് വിലക്ക് കൊണ്ടുവന്നത് കാര്യങ്ങളെ മയപ്പെടുത്താനാണെന്നും പറയപ്പെടുന്നു. ഇതിനുശേഷം ചൈനയുടെ പ്രത്യേക അനുമതിയോടെ കൈലാസം കയറാനെത്തിയവർക്കൊന്നും വിജയിക്കാൻ ആയതുമില്ല. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും അവയുടെ സഞ്ചാരപാതയിൽ നിന്ന് ഈ മലയെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ശക്തമായ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സാന്നിധ്യവും ഇവിടുത്തെ പ്രത്യേകതയാകുന്നു.
മിസ്റ്റിക് സൗന്ദര്യത്തെ വഹിക്കുന്ന ഇതിൻ്റെ താഴ്വരകളിലായാണ് പുണ്യ തടാകമായി കണക്കാക്കപ്പെടുന്ന മാനസ സരോവരത്തിൻ്റെ സ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്ന് 14,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാകുന്നു. 412 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വരുന്ന ഇത് ശൈത്യകാലത്ത് തണുത്തുറഞ്ഞ അവസ്ഥയിലാവും ഉണ്ടാവുക. ഇതിനും 1 കിലോമീറ്ററിലധികം ദൂരത്തിലായി വരുന്ന രാക്ഷസ്ഥാൽ എന്ന തടാകം തികച്ചും വ്യത്യസ്തമായി ഉപ്പുജലത്തെ വഹിക്കുന്ന ഒന്നാണ്. ഇരു തടാകങ്ങളും ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ വ്യത്യസ്തങ്ങളായ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നതും കൗതുകകരമായ ഒരു കാര്യമാണ്. മാനസ സരോവരത്തിലെ ജലം ശാന്തമാണെങ്കിൽ രാക്ഷസ്ഥാലിലാകട്ടെ ജലം സദാ പ്രക്ഷുബ്ധവും. നിധിശേഖരം മറഞ്ഞിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന മാനസ സരോവരം വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യതീർത്ഥമായി കണക്കാക്കപ്പെടുന്നു. കൈലാസത്തിൻ്റെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഇതിനെ പ്രകൃതിദത്തമായ ഒരു അത്ഭുതമാക്കി മാറ്റുന്നതിനുമുള്ള കാരണമാകുന്നു. സാധാരണയായി ഒരു പർവ്വതത്തിൻ്റെ തെക്കൻ ചരിവുകളിൽ അതിൻ്റെ വടക്കൻ മുഖത്തേക്കാൾ മഞ്ഞ് കുറവായിരിക്കണം. കാരണം വടക്കൻ അർദ്ധഗോളത്തിൽ തെക്ക് ഭാഗത്ത് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. എന്നാൽ കൈലാസമലയുടെ കാര്യത്തിലാണെങ്കിൽ ഇതിൻ്റെ വടക്കൻ മുഖത്ത് വർഷം മുഴുവനും താരതമ്യേന കുറവ് മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നു. തെക്ക് ഭാഗത്താകട്ടെ വർഷം മുഴുവനും ഹിമാനികളും മഞ്ഞുവീഴ്ചയും സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണമാകുന്നത് ഇതിൻ്റെ തെക്കൻ ചരിവ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് അഭിമുഖമായി നിൽക്കുന്നു എന്നതിനാലാണ്. ഇതിൻ്റെ തെക്കൻ ചരിവിലേക്ക് സമുദ്ര സാന്നിധ്യം കാരണം സൃഷ്ടിക്കപ്പെടുന്ന വേനൽക്കാല മൺസൂൺ വർഷാവർഷം ധാരാളം മഴ പെയ്യിപ്പിക്കുന്നു. എന്നാൽ വടക്ക് ഭാഗത്താകട്ടെ വായു താരതമ്യേന വരണ്ടതുമാണ്. തെക്കൻ ചെരുവിന് മുകളിൽ ഉയരുന്ന നനവുള്ള വായു ഇവിടെ പെട്ടെന്ന് മഞ്ഞ് സൃഷ്ടിക്കുന്നതിനുള്ള കാരണമാകുന്നു. 1999 ഡോക്ടർ ഏണസ്റ്റ് മുൾദോഷോവിൻ്റെ നേതൃത്വത്തിൽ റഷ്യൻ ഗവേഷകർ ഇതിനെ അടിസ്ഥാനമാക്കി നടത്തിയ ഒരു പര്യവേഷണം പ്രകൃതിദത്തമായ ഒരു പർവ്വതത്തിൻ്റെ മുകൾ ഭാഗമല്ല ഇതിനുള്ളതെന്നും ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വാക്വം പിരമിഡാണ് കൈലാസമല എന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. 100 മുതൽ 1800 മീറ്റർ വരെ ഉയരം വരുന്ന 100-ലധികം ചെറിയ പിരമിഡുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒന്നായും അവർ ഇതിനെ കണക്കാക്കുന്നു. ഇതിൻ്റെ കുത്തനെയുള്ള വശങ്ങൾ പ്രകൃതിദത്തമായ ഒരു സൃഷ്ടിയെ സൂചിപ്പിക്കുന്നില്ലെന്നും പിരമിഡിൻ്റെ രൂപകൽപ്പനയെ ദ്യോതിപ്പിക്കുന്നതാണെന്നും വാദിക്കുന്ന ഡോക്ടർ ഏണസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള നിഗമനങ്ങളിൽ ഗിസ പിരമിഡുകൾ ഉൾപ്പെടെ ലോകത്തിലെ പ്രധാന പിരമിഡ് നിർമ്മിതികളുമായും ഇതിനുള്ള സാമ്യത്തെ എടുത്തു കാട്ടുകയും ചെയ്യുന്നു. സൂക്ഷ്മമായ ഊർജത്തിൻ്റെ നിയമങ്ങളെപ്പറ്റി ആഴത്തിൽ അറിവുള്ള മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ഒന്നാണ് ഈ മലയുടെ മുകൾ ഭാഗമെന്നും ഇതിനുള്ളിലായി സവിശേഷതയേറിയ 2 നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നതായും അവർ അവകാശപ്പെടുകയുണ്ടായി. രാത്രികാലത്ത് കൈലാസമലയിൽ നടത്തിയ ഗവേഷണത്തിനിടെ ഇതിൻ്റെ ഉൾഭാഗത്തു നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടതായും പറഞ്ഞ അദ്ദേഹം ഇതിനുള്ളിൽ ജനവാസമുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം തന്നെ മൊത്തം ലോകത്തിൻ്റെ ആരംഭ സ്ഥലമായും ഇതിനെ കണക്കാക്കുന്നു. കൈലാസമലയുടെ ആകൃതി ഒരു വലിയ കത്തീഡ്രലിനോട് സാമ്യമുള്ളതാണെന്ന ഒരു നിഗമനം റൗളിംഗ് എന്നൊരു ഗവേഷകൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇതിൻ്റെ വശങ്ങൾ ലംബമായി 100 കണക്കിന് അടിയോളം താഴേക്ക് വരുന്നു. തിരശ്ചീനമായ ഇതിൻ്റെ പാളികൾ, കല്ലിൻ്റെ പാളികൾ നിറത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിഭജന രേഖകൾ വ്യക്തമാണ്. വലിയ ചുവന്ന കല്ലുകൾ, ഇതെല്ലാം തന്നെ ഇതൊരു മനുഷ്യനിർമ്മിതി എന്നതിനുള്ള തെളിവായി നിരത്തപ്പെട്ടു. എന്നാൽ കൈലാസമല മനുഷ്യനിർമ്മിത പിരമിഡല്ലെന്നും പ്രകൃതിദത്തമായ പിരമിഡ് ആകൃതിയാണ് ഇതിനുള്ളതെന്നും ഉള്ള ശാസ്ത്രീയ പഠനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഐസും സ്നോയും ഒലിച്ചു പോയതിലൂടെ കൈലാസമലയ്ക്ക് പിരമിഡ് ആകൃതി കൈവന്നതാണെന്നും ഈ വാദത്തെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കുന്നു. മണ്ണൊലിപ്പും തീവ്ര കാലാവസ്ഥയും ചേർന്ന് രൂപപ്പെടുത്തിയതാണ് കൈലാസമലയെന്ന് ചൈനീസ് ശാസ്ത്രജ്ഞരും വ്യക്തമാക്കിയിട്ടുണ്ട്. പരമശിവൻ സ്വന്തം ഊർജത്തെ പർവ്വതത്തിൽ സംഭരിക്കുകയും അപാരമായ ആത്മീയ ഇരിപ്പിടമാക്കി ഇതിനെ പരിവർത്തനപ്പെടുത്തിയെന്നും കൈലാസത്തിൻ്റെ ഊർജത്തെ സ്വായത്തമാക്കുന്നവരെ സൃഷ്ടിയുടെ ഉറവിടവും ജീവന്റെ രഹസ്യങ്ങളും സ്പർശിക്കുമെന്നും സന്യാസിമാരും പറയുന്നു. ദേവന്റെ വസതിയാണ് ഇവിടമെന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നതായോ ഇവിടെ കാണാനാവും എന്നോ അർത്ഥമാക്കേണ്ടതില്ലെന്നും മറിച്ച് ജ്ഞാനോദയത്തിൻ്റെ അറിവും സത്യവും സംഭരിക്കപ്പെടുന്ന ഇടമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതെല്ലാം മുൻനിർത്തി വിശ്വാസികൾ ഈ പർവ്വതത്തെ ആത്മീയ പരിവർത്തനത്തിനായി പരിക്രമണം ചെയ്തു വരുന്നു. ഇതിന് ചുറ്റുമായി 5 ബുദ്ധവികാരങ്ങളും സ്ഥിതി ചെയ്യുന്നു. ആത്മീയതയുടെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ വഹിക്കുന്നതാണ് ഇതിൻ്റെ 4 മുഖങ്ങൾ. കൈലാസത്തിൻ്റെ അടിത്തട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണമായ ഡാർച്ചിനിൽ നിന്നാണ് കൈലാസ തീർത്ഥാടനം ആരംഭിക്കുക. പർവ്വതത്തിൻ്റെ ചുവട്ടിൽ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു വിശുദ്ധ യാത്രയുടെ നിർണായക ഭാഗമാണ്. കുറഞ്ഞ ഓക്സിജൻ ലെവലും പ്രതികൂല കാലാവസ്ഥയുമെല്ലാം മറികടന്ന് പാറക്കെട്ടുകളെയും പർവ്വതനിരകളെയും പീഠഭൂമിയെയുമെല്ലാം താണ്ടി
53 കിലോമീറ്ററുകൾ വരുന്ന ഈ പരിക്രമണം പൂർത്തിയാക്കാനായി സാധാരണഗതിയിൽ 3 ദിവസങ്ങൾ വേണ്ടിവരുന്നു. അതികഠിനമായ ഈ പ്രക്രിയ ജീവന്റെ യാത്ര, ആത്മീയത, വിമോചനം എന്നിവയെ സൂചിപ്പിക്കുന്നതാകുന്നു. കൈലാസ പരിക്രമണം നടത്തിയാൽ 500 പുനർജന്മങ്ങളിലെ നരകയാതനയിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്നും 100 കൈലാസ യാത്രകൾക്ക് ഈ ജന്മത്തിൽ ബുദ്ധസ്ഥാനം നേടാനും സ്വർഗത്തിലേക്ക് കയറാനും കഴിയുമെന്നും കണക്കാക്കപ്പെട്ടു വരുന്നു. സൂര്യാസ്തമയ സമയത്തെ കൈലാസ കാഴ്ചകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പവിത്രങ്ങളായ കാഴ്ചകളെ പ്രതീക്ഷിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. കൊടുമുടിയിലെ മഞ്ഞിൽ രൂപപ്പെടുന്നതായി അവർക്ക് അനുഭവപ്പെടുന്ന ഓം ചിഹ്നം അപൂർവമായ ഒരു അനുഭവമാകുന്നു. കൈലാസമലയുടെ പടിഞ്ഞാറൻ മുഖം ഭോലെ ഭക്തർ എന്നറിയപ്പെടുന്ന ശിവഭക്തർ അതിനെ ശിവന്റെ മുഖമായാണ് കണക്കാക്കുന്നത്. വർഷം മുഴുവനും ഇതിൻ്റെ തലപ്പ് മഞ്ഞുമൂടി കിടക്കുന്നതും താപനില ഉയർന്നാലും ഈ മഞ്ഞ് ഇല്ലാതാകുന്നില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ സവിശേഷത മറ്റു മലകൾക്കിടയിലും കൈലാസമലയെ വേറിട്ട് നിർത്തുന്നു. സൂര്യപ്രകാശം ഇതിൻ്റെ മേലാപ്പിലെ മഞ്ഞിൽ സ്പർശിക്കുന്നതോടെ സൃഷ്ടിക്കപ്പെടുന്ന അഭൗമമായ ഈ വെള്ളി വെളിച്ച തിളക്കത്തിന് കാഴ്ചക്കാരെ അത്രമേൽ ആകർഷിക്കാൻ കഴിവുള്ളതുമാകുന്നു. വിശ്വാസവും ഭക്തിയും അഭൗമ കാഴ്ചകളും പ്രകൃതിയുടെ അപാരമായ സാന്നിധ്യവും നിഗൂഢതകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാകുന്നു കൈലാസം. വിശ്വാസികളെയും സഞ്ചാരികളെയും എല്ലാം ശക്തമായ ഒരു ആകർഷണത്തിലൂടെ ഒന്നുപോലെ അത് തന്നിലേക്ക് വലിച്ചിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.